സന്തോഷ്, കണ്ണൂരിലെ ഒരു സാഹചര്യം എങ്ങനെയാണ്? വലിയ നാശനഷ്ടമുണ്ടായോ കണ്ണൂരിൽ? എങ്ങനെയാണ്? ഷമി, കണ്ണൂരിൽ ഇപ്പോൾ മഴ മാറി നിൽക്കുകയാണ്. ഇന്ന് രാവിലെ മുതൽക്ക് മഴയ്ക്ക് നേരിയ ശമനമുണ്ട്. ഇന്നലെ രാത്രിയെല്ലാം തന്നെ പരക്കെ തുടർച്ചയായ മഴയാണ് പെയ്തിരുന്നെങ്കിൽ ഇന്ന് രാവിലെ മുതൽക്ക് തന്നെ ഒറ്റപ്പെട്ട രീതിയിൽ ഇടവേളകളിലാണ് മഴ പെയ്യുന്നത്. അതേസമയം തന്നെ ഇന്നു മുതൽ 3 ദിവസത്തേക്ക് കണ്ണൂരിൽ റെഡ് അലേർട്ടാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ മലയോര മേഖലയിലും തീരദേശ മേഖലയിലും എല്ലാം തന്നെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിലെ മലയോര പ്രദേശങ്ങൾ ഈ അതിതീവ്ര മഴയുണ്ടായി കഴിഞ്ഞാൽ ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും സാധ്യതയുള്ള പ്രദേശങ്ങളാണ്. മുൻകാലവർഷങ്ങളിൽ സമാനമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ മേഖലയിൽ കഴിയുന്നവർക്ക് അവിടെ നിന്ന് മാറി താമസിക്കണം എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആവശ്യമെങ്കിൽ അടിയന്തരമായി ക്യാമ്പുകൾ സജ്ജീകരിക്കുന്നതിനായിട്ടുള്ള നിർദ്ദേശം തദ്ദേശ സ്ഥാപനങ്ങൾക്കും അതോടൊപ്പം തന്നെ താലൂക്കിലെ തഹസിൽദാർമാർക്കും ഇന്നലെ നൽകിയിട്ടുണ്ട്. ഇന്നലെ വൈകുന്നേരം ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ഈ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു. ഈ 3 ദിവസത്തേക്ക് ഈ തീവ്ര മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ടൂറിസം കേന്ദ്രങ്ങളിലേക്ക് പ്രവേശനത്തിന് വിലക്ക്, അതോടൊപ്പം തന്നെ ഖനനത്തിന് വിലക്ക് ഉൾപ്പെടെയുള്ള നിയന്ത്രണങ്ങൾ കൂടി ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും നിലവിൽ ഈ കണ്ണൂരിൽ മഴ മാറി നിന്ന് അല്പം തെളിഞ്ഞ ഒരു കാലാവസ്ഥയാണ് ഇപ്പോഴുള്ളത്. ഷമി.